വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ കൂടി ചേരുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടെ സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്ന കൊള്ള, അപ്പൊ അതിനൊക്കെതിരെ വീണ്ടും തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് യഥാർത്ഥ ഭക്തർക്ക്, വിശ്വാസികൾക്ക്. അതെ 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 ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ഹൈന്ദവ സമൂഹമാണ് കേരളത്തിലേത്. വീണ്ടും അയ്യപ്പനെ സംരക്ഷിക്കാൻ, അയ്യപ്പനെ മോഷ്ടിക്കാതിരിക്കാൻ, അയ്യപ്പന്റെ സ്വത്തുക്കൾ അപഹരിക്കാതിരിക്കാൻ വേണ്ടി ഇതിനുവേണ്ടി തെരുവിലിറങ്ങാൻ വീണ്ടും വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികൾ മാറി എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഇന്നലെ മാത്രമാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ യാതൊരു ആഹ്വാനവുമില്ലാതെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളതിന്റെ അർത്ഥം ശബരിമലയെ സംരക്ഷിക്കണമെന്ന് ഈ നാട്ടിലെ ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഇവിടുത്തെ ഹിന്ദു ഉറങ്ങിയിട്ടില്ല, ഹിന്ദു ഇനിയും ഉണരുക തന്നെ ചെയ്യും. ഇവിടുത്തെ അഴിമതിക്കും അക്രമത്തിനും കൊള്ളയ്ക്കുമെതിരെ ഇവിടുത്തെ സനാതനധർമ്മ വിശ്വാസികളും അയ്യപ്പ ഭക്തന്മാരും പ്രതികരിക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് ഈ കാണുന്ന ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ. ചേട്ടാ, ഇതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ അഴിമതികളിലൊക്കെ ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല എങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാല്ലേ? തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ മാത്രമല്ല, നിയമപരമായ പോരാട്ടവും വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത് തീർത്തും ഒരു തുടക്കം മാത്രമാണ്. ഇതിന് അന്ത്യം കാണുന്നവരെ തിരുവാറുമുള അപ്പന്റെ മണ്ണിൽ നിന്ന് തുടക്കമിട്ട ഈ സമരം ഇത് എത്ര ദിവസം നീണ്ടു നിന്നാലും ഇതിന് അന്ത്യം കാണുന്നത് വരെ ഞങ്ങൾ തെരുവിലേക്കുണ്ടാകും, നിയമപരമായിട്ടും ഉണ്ടാകും. ഈ ഒരു അന്വേഷണം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ഒരു അന്വേഷണം മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ട്. ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കുക, അല്ലാതെ ഇതിന്റെ ലാഭനഷ്ടങ്ങളല്ല. കോടികളുടെ സ്വർണമെന്നോ കിലോ കണക്കിന് സ്വർണമെന്നോ ഉള്ളതിനല്ല പ്രസക്തി. കേരളത്തിന്റെ പരദേവതയായ ശ്രീധർമ്മ ശാസ്താവിന്റെ ചൈതന്യത്തിന് ലോപമുണ്ടാക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിനെ മുടിക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഈ 2019 കാലയളവിൽ നടന്ന യുവതീ പ്രവേശന സമയത്ത് തന്നെ ആരംഭിച്ചതാണ്. ശബരിമലയുടെ ചൈതന്യം ഇല്ലാതാക്കുക, അതെല്ലാവർക്കും കയറി ഇറങ്ങി ഏത് തോന്നിവാസവും കാണിക്കാനുള്ള ഒരു ആരാധനാലയം എന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക, ഇതൊരു ഗൂഢ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയിട്ടുള്ള ചില ആസൂത്രണമായ തട്ടിപ്പും വെട്ടിപ്പും ഒരു ചെറിയ അംശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് ഇതിനകത്ത്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഈ ചെമ്പുപാളിയോ സ്വർണ്ണപ്പാളിയോ മാത്രമല്ല വിഷയം, ധാരാളം വിഷയങ്ങൾ ശബരിമലയിലെ അയ്യപ്പ ഭഗവാൻ നമ്മളെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം. ഇത് കേരള പോലീസോ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചിനോ മാത്രമായി അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതൊന്നും അല്ലിത്. ഇത് സംസ്ഥാനത്തിന് പുറത്ത് ചെന്നൈയില്, ഹൈദരാബാദില്, ബാംഗ്ലൂരില്, ഡൽഹിയിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ പല വീടുകളിലും സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ റെയ്ഡ് ചെയ്ത് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. അത് പോലീസിനൊന്നും സാധിക്കില്ല. CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം. അതിനുവേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. അയോധ്യ പ്രക്ഷോഭം എത്ര കാലം എടുത്താണോ വിജയിച്ചത്, സമാന സാഹചര്യം സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി. ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയും പ്രത്യേകിച്ച് ശബരിമലയിലൊക്കെ എപ്പോഴൊക്കെ തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന്റെ ദുരനുഭവം സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കും ഇപ്പോൾ എന്തായാലും വീണ്ടും അതേ നിലപാട് അവർ ആവർത്തിക്കുകയാണ്. ഇതിന് മറുപടി തീർച്ചയായിട്ടും അവർ പറയേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും പണ്ടൊക്കെ അയ്യപ്പ ഭഗവാൻ പതുക്കെ ശിക്ഷ കൊടുക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഉടനടി തന്നെയാണ് അയ്യപ്പ ഭഗവാൻ പ്രതികരിക്കുന്നത്. പമ്പാ സംഗമം നടന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇത് ഉയർന്നു വന്നത്, അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ ആത്മീയമായിട്ടുള്ള വശം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ കേരളത്തിനെ ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് നയിക്കാൻ എത്ര വലിയ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചാലും സാധിക്കില്ല. നിക്ഷേപക സംഗമത്തിനെ പൊളിക്കാനാണ് ഇത് നടപ്പാക്കിയെന്ന് പറഞ്ഞ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയാണ്, പത്മകുമാറിന്റെ ബിനാമിയാണ്. ഈ ബിനാമികളായിട്ടുള്ള ഈ വ്യക്തികളെയും ഈ മുതലാളിമാരെയും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് റെയ്ഡ് ചെയ്ത് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കണം. അതിനുവേണ്ടിയാണ് ഈ ആയിരക്കണക്കിന് വരുന്ന അമ്മമാര് തെരുവിലിറങ്ങാൻ നിർബന്ധിതരായത്. ഇനി അത് തുടരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്.